നമസ്കാരം. കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് നമ്മുടെ ഈ പാവം തുമ്പ കേൾക്കാത്ത അപവാദങ്ങളില്ല. ഇപ്പോൾ ഓണം കൂടെ വന്നപ്പം നമുക്ക് തുമ്പയെ മറക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക. കഴിഞ്ഞ ഈ ഒരു 1, 2 മാസ സമയങ്ങളിൽ നിങ്ങൾ ധാരാളം ഈ തുമ്പ കഴിച്ച് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഏഹ്, ഒരുപാട് അവലോകനങ്ങൾ കേട്ടിട്ടുണ്ടാകും. തുമ്പയെ സപ്പോർട്ട് ചെയ്തും എതിർത്തുമൊക്കെ. കാരണം ഒരു സ്ത്രീ മരിച്ചു ഈ തുമ്പയുടെ തോരൻ കഴിച്ചിട്ടെന്ന് ഒരു ന്യൂസ് കണ്ടു. അതാണ് അതിൻ്റെ അടിസ്ഥാനം. തുമ്പ കേരളക്കരയിൽ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് പോലും. നമ്മുടെ ഒന്നും പാരമ്പര്യത്തിൽ തുമ്പ ആ, ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ മരുന്നായിട്ടും അന്തരീക്ഷ ശുദ്ധിക്ക് വീട്ടിലെടുത്ത് വെക്കാനും പൊയ്ക്കാനും ഒക്കെ പലവിധ കാര്യങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പോലും വരെ ശല്യത്തിന് തുമ്പപ്പൂ പാൽ കാച്ചിയിട്ടും ഈവൻ തുമ്പയില മലദ്വാരത്തിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് അങ്ങനെ പോലും ചില നാടൻ പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നപ്പോഴേക്ക് നമ്മുടെ അലോപ്പതിയിലെ വലിയേട്ടന്മാരെല്ലാം അങ്ങോട്ട് ഏറ്റെടുത്തു. എല്ലാം പച്ചമരുന്നുകളെല്ലാം തന്നെ വിഷമാണെന്ന് അറിയത്തില്ലേ, പിന്നെ ഇവരിങ്ങനെ കഴിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം തുമ്പ ഭക്ഷണമായിട്ട് എൻ്റെ അറിവിൽ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ചില സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലുമൊക്കെ തുമ്പ ധാരാളമായിട്ട് ഭക്ഷണമായിട്ട് തന്നെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നത് ഉണ്ട് എന്ന് കേൾക്കുന്നു ഇപ്പോൾ. അപ്പം നമ്മളൊരു കാര്യം ഒന്ന് ഓർക്കാം. കുറച്ചുകൂടെ പിന്നോട്ട് പോയാൽ ഒരു 5-6 മാസം മുമ്പ് ഇടുക്കിയിൽ കപ്പയില കഴിച്ചിട്ട് ഒരു കുഞ്ഞിൻ്റെ ചെറിയ കുട്ടി, കൗമാരക്കാരൻ വളർത്തിയിരുന്നൊരു ഫാമിലെ പശുക്കളെല്ലാം ഒരൊറ്റയടിക്ക് ചത്തുപോയി. 5-6 പശുക്കൾ ഒറ്റയടിക്ക് ചത്തുപോയി. അതുകൊണ്ട് നമ്മളിനി കപ്പ കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കർഷകർ കപ്പയില പശുക്കൾക്ക് കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അരി മുതൽ കപ്പ മുതൽ തക്കാളിയും വഴുതനയും തുടങ്ങി മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും എന്തെങ്കിലുമൊക്കെ വിഷാംശമുണ്ട്. പക്ഷേ കപ്പ നമ്മളത് ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് തന്നെ കഴിക്കണം. അല്ലെങ്കിൽ അത് അതിൻ്റെ വിഷമായിരിക്കും കൂടുതൽ എഫക്റ്റ് ആകുക. ശരിയായിട്ട് രീതിയിലുള്ള പ്രോസസ്സിങ് നമ്മൾക്ക് പാരമ്പര്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നവർ അത് ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ആയുർവേദത്തിൽ ഒരുപാട് വിഷമുള്ള ചെടികൾ മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവൻ കാഞ്ഞിരം, മേന്തോന്നി എന്ന് പറഞ്ഞ താന്തോന്നിക്കും മേന്തോന്നിക്കും മരുന്നില്ല എന്നൊരു ചൊല്ല് തന്നെ ഉണ്ട്. കാരണം മേന്തോന്നി കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അതിന് മരുന്നില്ല എന്ന്. മറുമരുന്നില്ലാത്ത ഒരു വിഷമാണ് മേന്തോന്നി മൂർഖവിഷത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പണ്ട് കാലത്ത് ഗർഭം അലസിപ്പിക്കാൻ നാട്ടുവയറ്റാട്ടികളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് മേന്തോന്നി. പക്ഷേ അത് പാമ്പ് വിഷത്തിനും വേറെ ചില ക്യാൻസറിനൊക്കെ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നു എന്ന് കേൾക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണുന്നതിന് മുമ്പേ അലോപ്പതിക്കാരിങ്ങനെ റെഡി ആയിരിക്കുകയാണല്ലോ എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ. എന്തെങ്കിലും ചില ആർക്കെങ്കിലും ഒരു ദോഷം ഉണ്ടായി എന്ന് കേട്ടാൽ ഉടനെ ചാടി വീണ് അഭിപ്രായം പറയാൻ കുറച്ച് പേര്. ഇപ്പം പിന്നെ യൂട്യൂബൊക്കെ അങ്ങനെ വ്യാപകമായിട്ടുള്ളത് കൊണ്ട് ചാടി വീണ് അഭിപ്രായം പറയാനായിട്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഡോക്ടർമാർ പറയുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത്, എന്നാൽ പിന്നെ വിഷമില്ലാത്തതോ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്തതോ ആയ ഒരു ഡ്രഗ്സ് ആണല്ലോ അവർ കൊടുക്കുന്ന കെമിക്കൽസിനെ ആയിട്ട് കൊടുക്കുന്ന, മരുന്നായിട്ട് കൊടുക്കുന്ന കെമിക്കൽസിനെ ഡ്രഗുകൾ എന്നാണ് പൊതുവെ പറയുന്നത്. ഏതെങ്കിലും ഒരു ഡ്രഗിൻ്റെ പേര് പറയാമോ എന്ന് അവരോട് ചോദിച്ചാൽ മതി. അപ്പോൾ അതിലൊരാൾ നെഫ്രോളജിസ്റ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതെല്ലാം അത് ഉണ്ടെന്നും അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ അതിൻ്റെ കരളിൽ അതുണ്ടാക്കുന്ന പാറ്റേൺ, ലിവറിൽ അതുണ്ടാക്കുന്ന പാറ്റേൺ എന്താണെന്ന് ഞങ്ങൾക്ക് അത് സ്റ്റഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അത് ട്രീറ്റ് ചെയ്യാം. അത് വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ സൈഡ് എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഈ പച്ചമരുന്നുകൾ കഴിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വേറെ രക്ഷയില്ല എന്ന്. പൊന്നനിയ, എനിക്കൊരു കാര്യമേ ചോദിക്കാനുള്ളൂ. അദ്ദേഹം പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലം മുതൽ നിന്ന്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു അദ്ദേഹം എത്ര കാലമായി പ്രാക്ടീസ് തുടങ്ങി. 4 വർഷം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യനാണ് ഈ പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരു അവാർഡൊക്കെ കിട്ടി. അപ്പോൾ എന്തിനും അവാർഡ് കൊടുക്കാൻ നമ്മുടെ നാട്ടുകാർ റെഡിയാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വിട്ടേക്കാം. നമ്മൾ തുമ്പയെക്കുറിച്ചാണ് പറയാൻ വന്നത്, അദ്ദേഹത്തെക്കുറിച്ചല്ല. അപ്പോൾ ഇത് കഴിച്ച് വിഷാംശം വന്ന ഒരാളെ ചികിത്സിക്കാൻ അവർക്ക് കഴിയില്ല, അവർക്ക് അറിയില്ല എങ്കിൽ
അറിവുകേടൊരു പാപവും കുറ്റമൊന്നുമല്ല. പക്ഷേ അതുകൊണ്ട് അയാൾക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് അറിയാത്തതെല്ലാം തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിലും പുരകത്തുമ്പോൾ വാഴ വീഴ്ത്തുന്നതാണല്ലോ നമ്മുടെയൊക്കെ മനുഷ്യ സ്വഭാവം, അതാണല്ലോ. അപ്പോൾ അത് വിട്ടേക്കാന്നുള്ളൂ. നമ്മൾ തുമ്പയെക്കുറിച്ചാണ് പറയാൻ വന്നത്. തുമ്പയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തുമ്പവും വേണ്ട, ധൈര്യമായിട്ട് തുമ്പ കൈകാര്യം ചെയ്യാം. പക്ഷേ അതിന് കുറച്ച് മുമ്പ് ഒരു വളരെ ദാരുണമായൊരു സംഭവം ഉണ്ടായി. ഒരു പെൺകുട്ടി അറിയാതെ അരളിയില കഴിച്ച പെൺകുട്ടി മരിച്ചുപോയി എന്നുള്ളത് വളരെ അതിദാരുണമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, തുമ്പ, ഒന്നുകൂടി പറയട്ടെ, തുമ്പ മരുന്നായിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്നോ നിങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുക. വീടിൻ്റെ ശുദ്ധിക്ക് അന്തരീക്ഷത്തിൽ തുമ്പക്കുടം, ഞാൻ പലപ്പോഴും തുമ്പക്കുടം പറിച്ച് ചെറിയ ബൗളിലൊരു നനഞ്ഞ മണ്ണിൽ കുത്തി വെക്കുകയോ വെള്ളത്തിൽ വെക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. 3-4 ദിവസം അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ലെങ്കിൽ ഇത് ഉണക്കി കൊതുകിന് വേണ്ടി പോയിക്കാറ്, അങ്ങനെയൊക്കെ ഉണ്ട്. നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് മുറിയിൽ. തുമ്പയുടെ നേർത്ത മണം വരുമ്പോൾ. തുമ്പപ്പൂവിൻ്റെ നൈർമല്യമുള്ള പെൺകുട്ടി, തുമ്പപ്പൂ ചോറെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മലയാളികൾ ഒരുപാട് വാഴ്ത്തിയിട്ടുള്ളൊരു സസ്യമാണ് തുമ്പ. അപ്പോൾ തുമ്പയെ ഒരിക്കലും നമ്മൾ തള്ളിപ്പറയരുത്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പിന്നെ അരളി തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, മഞ്ഞ അരളിക്ക ആത്മഹത്യക്ക് ഉപയോഗിച്ചിരുന്നു എന്ന്. ഈ ഇപ്പോൾ കാണുന്ന ഹൈബ്രിഡ് അരളികളിൽ കായുണ്ടാകുന്നില്ല, പക്ഷേ അത് അടിമുടി വിഷമാണ്. നമ്മളാരും വീട്ടുവളപ്പിൽ അത് വെച്ച് വളർത്തിക്കൂടാ എന്ന് തന്നെ ഉണ്ടായിരുന്നു. പൂജയ്ക്ക് അത് എടുത്തിരുന്നില്ല. ഈ അടുത്ത കാലം തൊട്ട് തോവാളപ്പൂക്കൾ വരാൻ തുടങ്ങിയപ്പോഴാണ് പൂജയ്ക്കൊക്കെ അത് എടുക്കാൻ തുടങ്ങിയത്. പ്രസാദത്തിൽ ഈ സാധനം ഇട്ട് കൊടുക്കുന്ന പിന്നെ നമ്മുടെ വൈദികരെ കണ്ടിട്ടുണ്ട്. അത് വളരെയധികം മാലകളും തെച്ചി മന്ദാരം തുളസിയാണ് എന്നും മാലകൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിപ്പം അരളിമാലയായിട്ട് മാറി. വിഷാംശമാണ്. നമ്മുടെ അമ്മയുടെ മുലപ്പാലിൽ DDTയുടെ അംശം കണ്ടെത്തി എന്ന് പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പനെ നേദിക്കുന്നത് പോലും തുളസിയിലേക്ക് പകരം അരളിയിലെയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് കിട്ടുന്നതും അതുപോലെയൊക്കെ തന്നെയല്ലേ കിട്ടുകയുള്ളൂ. അപ്പോൾ തുമ്പ കഴിക്കുന്നവർ, ഈയിടെ ഒരു വീഡിയോ കണ്ടിരുന്നു യൂട്യൂബിൽ, തുമ്പ തോരൻ വെച്ച് കഴിക്കുന്ന കാര്യം. അവരെങ്ങനെ പൊള്ളിച്ചൊക്കെ എടുക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ പറയാൻ. കാരണം നമുക്കതിന് നമ്മുടെ ഗുരുക്കന്മാരാരും അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞു തന്നിട്ടില്ല. മരുന്നായിട്ട് ഉപയോഗിക്കാനും ശുദ്ധീകരണ ഒരു പ്രയോഗങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് താനും. അപ്പോൾ ധൈര്യമായിട്ട് തുമ്പ എങ്ങനെ ഉപയോഗിച്ചിരുന്നോ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. തുമ്പ വിഷാംശം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അരിയിലും വിഷാംശമുണ്ട്, ചീനിയിലും വിഷാംശമുണ്ട്, തക്കാളിയിലും വിഷാംശമുണ്ട്, വഴുതനയിലും വിഷാംശമുണ്ട്. പക്ഷേ നമ്മളത് വഴുതനയാണെങ്കിൽ ഉപ്പും മഞ്ഞളും ചേർന്ന വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് നന്നായി വലിച്ച് കഴുകി അല്ലെങ്കിൽ ചുട്ട് ഉപയോഗിക്കും. കാരണം ആ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിൽ അത് ആ വിഷാംശം മാറി കിട്ടും. പിന്നെ അതുപോലെ തന്നെ തിമിരം ഉണ്ടാകും വഴുതന കഴിച്ചാലെന്ന് പറയും. തിമിരം വൈദ്യന്മാർ മുമ്പ് കാലത്ത് തിമിരം മുറ്റി കിട്ടാൻ വേണ്ടി വഴുതന സ്ഥിരമായിട്ട് കുറച്ച് തിമിരമായിട്ട് ചെല്ലുന്ന രോഗികൾക്ക് അത് കുറച്ച് സർജറി ചെയ്യേണ്ട ഒരു പരുവത്തിലേക്ക് വരുത്താൻ വേണ്ടി വൈദ്യന്മാർ വഴുതന ധാരാളം കഴിക്കാൻ അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ വഴുതന കുറച്ച് ചെറിയ അളവിൽ ഉപയോഗിച്ചുകൊണ്ട് തിമിരം ഉണ്ടാകും എന്നുള്ള ധാരണ തെറ്റാണ്. തിമിരം കൂട്ടാൻ അതൊരു കാറ്റലിസ്റ്റായിട്ട് പലപ്പോഴും ആ ഒരു ടെൻഡൻസി ഉള്ളവർക്ക് അത് വരുമെന്നേ ഉള്ളൂ. പിന്നെ തക്കാളിയിൽ വിഷാംശമുണ്ട്. പക്ഷേ ഇതിലൊക്കെ തക്കാളിയെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഒരു പ്രോസസ്സിങ് മെത്തേഡൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. തക്കാളിക്ക് പച്ചയായിട്ടും ഏത് രീതിയിലും തക്കാളി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ തക്കാളിയിൽ ഇതുപോലുള്ള സാധനങ്ങളിലെ എല്ലാം വിഷാംശത്തിൻ്റെ അംശം, അതിലുള്ള മറ്റ് പോഷകങ്ങളുടെ സമൃദ്ധി ഈ വിഷാംശത്തെ മാസ്ക് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ നിങ്ങൾ വിഷമിക്കേണ്ട. അരളിയെ കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കാറുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടുമുറ്റത്ത് നിന്ന് നട്ടു വളർത്തിയ കുഞ്ഞുങ്ങൾ അറിയാതെ എടുത്ത് കഴിച്ചാൽ അത് പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് ഇപ്പം യൂട്യൂബിലൊക്കെ ആർക്കും എന്തും പറയാം, ആരെ എന്ത് പറഞ്ഞാലും ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളൊരു സ്ഥിതിയായ സോഷ്യൽ മീഡിയകളാണല്ലോ ഇപ്പം നമുക്കുള്ളത്. അപ്പോൾ അത് കേട്ട് ആരും വിഷമിക്കേണ്ട. തുമ്പയെ നമ്മൾ ഒരു കാരണവശാലും തുമ്പയുടെ കാര്യത്തിൽ വിഷം വേണ്ട. തുമ്പയെ ഉപയോഗിക്കാം. പണ്ട് കാലത്തെ അറിവുകളെ എല്ലാം പുച്ഛിച്ച് തള്ളുന്നു. പക്ഷേ അതൊക്കെ തന്നെ നമുക്ക് ചെകഞ്ഞെടുത്ത് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഉപയോഗിക്കണം. ഇവൻ ഭഗവത്ഗീത പറഞ്ഞപ്പം ഭഗവാൻ പോലും ഇതെല്ലാം പറഞ്ഞിട്ട് അർജുനോട് പറഞ്ഞത് വിമർശിച്ചതേ എന്നാണ്. ഇത് നീ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, വിമർശിച്ചിട്ട് സ്വയം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നീ ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ശരികൾ പഠിച്ചിട്ട് ഉപയോഗിക്കുക. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.